സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെ റൈസ് ഇന്നു മുതൽ വിപണിയിലെത്തുകയാണ്. വിതരണോദ്ഘാടനം ഇന്ന് 12 മണിക്ക് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു. ഭക്ഷ്യമന്ത്രി GR അനിൽ റിപ്പോർട്ടിനോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ വിതരണം? സപ്ലൈകോ സ്റ്റോറുകൾ വഴിയാണ്. ഇന്നു മുതൽ തന്നെ ആളുകൾക്ക് കിട്ടിത്തുടങ്ങും. എല്ലാ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 കിലോ എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാ കാർഡുടമകൾക്കും 10 കിലോ അരി സബ്സിഡൈസ്ഡ് റേറ്റിൽ കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. 5 കിലോ മട്ട ചമ്പാവരി അരിയാണ് ശബരി കെ റൈസ് എന്ന പേരിൽ വിതരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആ സൗകര്യം എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ 10 കിലോ അരി സബ്സിഡി വഴി കൊടുക്കുന്നുണ്ട്. അതിൽ 5 കിലോ കെ റൈസ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി 5 കിലോ ഇപ്പോൾ 5 കിലോ സാധാരണഗതിയിൽ വിതരണം ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? 5 കിലോ കെ റൈസ് ആയിട്ടും 5 കിലോ മറ്റ് നമ്മൾ വെള്ളയരി എന്ന് പറയുമല്ലോ, ആ അരി വാങ്ങാനുള്ള സൗകര്യവും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തയ്യാറാക്കി വരികയാണ്. ഇത് 10 കിലോ അരി മുതൽ 10 കിലോ അരി ജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ തന്നെ സഹകരണ സ്ഥാപനമായിട്ടുള്ള റെയ്ഡ്കോയിൽ നിന്നാണ് ഈ അരി നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് ഈ അരി ജയ അരി, കുറുവ, മട്ട എന്നിങ്ങനെ അരി ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് വിതരണം? ആളുകൾക്ക് ചൂസ് ചെയ്യാമെന്നാണോ അതേ ഓരോ മേഖല തിരിച്ച് ഓരോ അരി? മേഖല തിരിച്ച് അതിന് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആളുകൾക്ക് മട്ടയാണോ ജയയാണോ എന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി 5 കിലോ അരി 5 കിലോ അരി വെള്ളയരി അതുപോലുള്ള മറ്റരി വാങ്ങാമല്ലോ. അതും 26 രൂപ നിരക്കിലാണ്. ഇത് 29 രൂപ 30 രൂപ നിരക്കിലാണ് ഈ രണ്ടിനം അരി. ജയ അരി 29, മട്ടയരി 30 രൂപ. ഇത് ഈ മാസം തുടങ്ങുന്നു, അടുത്ത മാസം ഉണ്ടാവും. ഇത് സപ്ലൈകോ ഉള്ളിടത്തോളം കാലം അത് ഉണ്ടാകും. അങ്ങനെയാണല്ലോ നേരത്തെ ചെയ്തിരുന്നത്. ഭാരത് റൈസ് എന്ന് പറഞ്ഞൊരു അരി കേന്ദ്രം വിപണി ഇടപെടൽ ഒരു കൈകടത്തുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭാരത് റൈസിന്റെ ഒരു സ്ഥിതി എന്താണ്? അത് ശരിക്കുള്ള അരിയാണോ? എന്താണ് മിനിസ്റ്റർ മനസ്സിലാക്കിയത്? നമ്മുടെ കേരളത്തിലെ സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ OMS സ്കീം അനുസരിച്ച് FCIയിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന അരിയാണ് ഭാരത് റൈസായിട്ട് വന്നിരിക്കുന്നത്. ആ അരി നമുക്ക് മുൻപ് 24-26 രൂപയ്ക്ക് കിലോയ്ക്ക് ലഭിക്കുമായിരുന്നു. നമ്മളത് 23 രൂപയ്ക്കും 24 രൂപയ്ക്കും വില കുറച്ച് സപ്ലൈകോയിൽ കൊടുത്തിരുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ ഒഴിവാക്കി, ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കുകയും അവർ നേരിട്ട് നാഫെഡ് വഴി അതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം വഴി 18 രൂപ 59 പൈസയ്ക്കാണ് അരി കൊടുക്കുന്നത്. ആ അരിയാണ് 29 രൂപയ്ക്ക് മാർക്കറ്റിൽ വരുന്നത്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിനോ സപ്ലൈക്കോക്കോ നൽകിയിരുന്നെങ്കിൽ 18 രൂപയ്ക്ക് നൽകുന്ന അരി അതിനേക്കാൾ വില കുറച്ച് 16-17 രൂപയ്ക്ക് കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കുമായിരുന്നു. ആ അരിയെക്കുറിച്ച് എന്താ ഒരു വില? ആ അരി നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണോ എന്ന് ആളുകൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ അത് നമുക്ക് പൊതുവിൽ മലയാളികളുടെ പലഹാരത്തിനും മറ്റും ഉപയോഗിക്കുന്ന റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ ഒരുക്കുന്ന ഈ ശബരി കെ റൈസ്. ഭാരത് റൈസിനേക്കാൾ പ്രീതി കെ റൈസിന് കിട്ടട്ടെ. അത് ആളുകൾക്ക് ഉപയോഗം ഏതാണോ അതിന് പ്രയോജനകരമാകുന്ന തരത്തിലേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനമില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടല്ലോ, വില കൂട്ടിയിട്ടും. അത് പരിഹരിക്കാനുള്ള നടപടികളാകും. ഇന്നിപ്പോൾ 3-4 ഐറ്റം വന്നു കഴിഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും വളരെ വേഗത്തിൽ തന്നെ സപ്ലയർമാരുടെ സഹകരണത്തോടുകൂടി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പഴയതുപോലെ തന്നെ 13 ഉൽപ്പന്നങ്ങളും സബ്സിഡി നിരക്ക് നൽകാൻ കഴിയുന്ന തരത്തിൽ തയ്യാറാവും. ഇക്കാര്യങ്ങൾ തന്നെയാണ് കെ റൈസ് ഇന്നു മുതൽ ആളുകൾക്ക് സപ്ലൈകോ സ്റ്റോറുകളിൽ വാങ്ങാം എന്നുള്ളതാണ് മിനിസ്റ്റർ വ്യക്തമാക്കുന്നത്.